വൈകിട്ട് സന്ധ്യയോട് അടുക്കുന്ന സമയം ബാംഗ്ലൂർ നഗരം കാണാൻ രണ്ടുപേരും തീരുമാനിച്ചിരുന്നു. റിയ ഒരു നീല കുർത്തിയും വെള്ള ലെഗിൻസും ആയിരുന്നു വേഷം. ഒരുങ്ങിയിറങ്ങി വന്ന അവളെ കണ്ടതും റയാൻ അവളെ തന്നെ നോക്കി കണ്ണെടുക്കാതെ നിന്നുപോയി. എന്താ റയാൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? ആദ്യമായിട്ട് കാണുന്നത് പോലെ അവൻ നോക്കി നിൽക്കുന്നത് കണ്ട് അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു. പിന്നെ നോക്കാതിരിക്കാൻ പറ്റുമോ? എൻ്റെ പെണ്ണ് ഇത്ര സുന്ദരിയായിട്ട് മുന്നിൽ നിൽക്കുമ്പോൾ? റയാൻ അവളുടെ കൈ പതുക്കെ കോർത്തു പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഉവ് ഉവ്, കൊഞ്ചാതെ വാ. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവനും പുഞ്ചിരിച്ചുകൊണ്ട് അവളോടൊപ്പം ഇറങ്ങി. ബാംഗ്ലൂരിലെ തണുത്ത രാത്രി അന്തരീക്ഷത്തിന് വല്ലാത്തൊരു ഭംഗിയായിരുന്നു. അവർ രണ്ടുപേരും കൂടി ബാംഗ്ലൂരിലെ ഏറ്റവും തിരക്കേറിയതും മനോഹരവുമായ ബ്രിഗേഡ് റോഡിലേക്കാണ് ഇറങ്ങിയത്. ഇരുവശത്തും നിയോൺ വിളക്കുകൾ മിന്നിത്തിളങ്ങുന്ന വലിയ കെട്ടിടങ്ങൾ, തരത്തിലുള്ള സംഗീതം ഒഴുകി വരുന്ന കഫേകളും ആ രാത്രിയെ കൂടുതൽ റൊമാൻറ്റിക് ആക്കി മാറ്റിയിരുന്നു. അടുത്ത കാറ്റ് വീശുമ്പോഴൊക്കെ റയാന്റെ നെഞ്ചിനോട് കൂടുതൽ ചേർന്ന് നിന്നു. റയാൻ, എനിക്ക് ആ കാണുന്ന സ്ട്രീറ്റ് ഫുഡ് കഴിക്കണം. വഴിയരികിൽ ചൂട് പുകയുന്ന മോമോസിന്റെ മണം വന്നപ്പോൾ റിയ കൊതിയോടെ പറഞ്ഞു. അതിനെന്താ, വാ വാങ്ങാം. റയാൻ അവളെയും കൂട്ടി അങ്ങോട്ടേക്ക് നടന്നു. 1 പ്ലേറ്റ്. അവൻ പറഞ്ഞതും അയാൾ ഒരു പ്ലേറ്റ് മോമോസ് എടുത്ത് അവൾക്ക് നീട്ടി. ശേഷം അവൾക്ക് കൊടുത്തു. വാങ്ങി നൽകിയ ചൂട് മോമോസ് അവൾ കഴിക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് അവൾക്ക് ഫുഡ് നെറുകയിൽ കയറിയത്. അവൾ ചുമയ്ക്കാനായി തുടങ്ങി. അവൻ ഒരു കുപ്പി വെള്ളവും വാങ്ങി അവൾക്ക് നേരെ നീട്ടി. അവൾ വെള്ളം കുടിക്കുന്നത് അവൻ വല്ലാത്തൊരു വാത്സല്യത്തോടെ നോക്കി നിന്നു. അവളുടെ ചുണ്ടിന്റെ കോണിൽ പറ്റിയിരിക്കുന്ന സോസ് അവൻ പതുക്കെ വിരൽ കൊണ്ട് തുടച്ചു മാറ്റിയപ്പോൾ റിയയുടെ നെഞ്ചിടിപ്പ് ഒന്നുകൂടി വർദ്ധിച്ചു. അവിടെ നിന്നും അവർ പതുക്കെ നടന്ന് ചർച്ച് സ്ട്രീറ്റിലേക്ക് എത്തി. അവിടെ രാത്രിയിലും ആളുകൾ ലൈവ് മ്യൂസിക് പാടുന്നുണ്ടായിരുന്നു. ഗിത്താറും വായിച്ച ഒരാൾ പാടിക്കൊണ്ടിരുന്ന മനോഹരമായ പ്രണയഗാനം കേട്ടപ്പോൾ റയാൻ റിയയുടെ കൈകൾ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. കുറച്ചു ദിവസം അവളുടെ ഒപ്പം ബാംഗ്ലൂരിൽ കറങ്ങി നടന്നിട്ടാണ് അവർ രണ്ടുപേരും ക്രിസ്റ്റിയുടെയും ഋഷുവിൻ്റെയും വിവാഹത്തിന് തിരികെ നാട്ടിലെത്തിയത്. മെൽവിനോട് അവരുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം തിരികെ പോയാൽ മതിയെന്നായിരുന്നു ചാർലി പറഞ്ഞിരുന്നത്. ക്രിസ്റ്റിയുടെ വിവാഹത്തിൻ്റെ തലേ ദിവസം അവരുടെ വീട്ടിൽ ചിരിയും കളിയും തമാശയൊക്കെയായിരുന്നു. സോണിയും അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇത്രയും നാളായിട്ടും സോണിയോട് അവനൊരു ഇഷ്ടമുണ്ടെന്നുള്ള കാര്യം അവൻ ചാർലിയോട് പറഞ്ഞിട്ടില്ലായിരുന്നു. അത് അവനോട് പറയണമെന്ന് സോണി പറഞ്ഞത് പ്രകാരം മെൽവിൻ ആ കാര്യം അവതരിപ്പിക്കാൻ ചാർലിയും കൂട്ടി ബാൽക്കണിയിലേക്ക് വന്നിരുന്നു. എന്നാൽ ബാൽക്കണിയിലേക്ക് വന്നിട്ടും അവനോട് എങ്ങനെ ആ കാര്യം അവതരിപ്പിക്കണമെന്ന് അറിയാതെ നിൽക്കുകയായിരുന്നു മെൽവിൻ. എന്താടാ മെൽവിൻ, എന്തോ സീരിയസ് ആയിട്ടുള്ള കാര്യം എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട്? എന്താ അത്? എന്തു പറ്റി? ചാർലി അവൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു. എന്തോ ഒരു കാര്യം അവന് തന്നോട് പറയാനുണ്ടെന്നും എന്നാൽ അത് പറയാൻ കഴിയാത്തൊരവസ്ഥയിലാണെന്നും ചാർലിക്ക് മനസ്സിലായി. മെൽവിൻ ഒരു നിമിഷം ആലോചിച്ചുകൊണ്ട് നിന്നു. അളിയ, എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. മെൽവിൻ ചാർലിയുടെ കൈകളെ മുറുക്കെ പിടിച്ചു. നീ എന്താടാ ഭയങ്കര ഫോർമാലിറ്റിയിലൊക്കെ സംസാരിക്കുന്നേ? എന്താ കാര്യം? ചാർലി വീണ്ടും അവനെ നോക്കി. എനിക്ക് സോണിയെ ഒരുപാട് ഇഷ്ടമാണ്. വെറൊരു പ്രണയമല്ല. അവൾ എൻ്റെ ജീവിത പങ്കാളിയാക്കാൻ, വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. എനിക്കത് നിന്നോട് എങ്ങനെ പറയണമെന്ന് അറിയില്ലായിരുന്നു. ഇവിടെ വന്ന് നിൻ്റെ ഫ്രണ്ട്ഷിപ്പ് മുതലെടുത്തു എന്ന് നിനക്ക് തോന്നരുത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് തന്നെ അവളെ കാണാൻ വേണ്ടിയിട്ടാണ്. അതും പറഞ്ഞ് മെൽവിൻ അവളോട് തോന്നിയ ഇഷ്ടവും അത് അവളെ അറിയിച്ച കാര്യങ്ങളും ഒക്കെ അവനോട് പറഞ്ഞു. അത് കേട്ടതും ചാർലിയുടെ മുഖത്ത് വലിയൊരു അത്ഭുതവും ഒപ്പം സന്തോഷവും വിരിഞ്ഞു. എടാ, ഞാനിത് വെറുതെ പറയുന്നതല്ല. മെൽവിൻ അവനെ നോക്കി. എനിക്ക് അവളെ അത്രയും ഇഷ്ടമാണ് ചാർലി. കൂടെ കൂട്ടാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് അവളുടെ പപ്പയെ ചെന്ന് കണ്ട് കാര്യം പറയണം. മെൽവിൻ അവനെ നോക്കി പറഞ്ഞു. മെൽവിൻ പറഞ്ഞു നിർത്തിയപ്പോൾ ചാർലി ഒന്നും മിണ്ടാതെ കുറച്ചു നേരം അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. മെൽവിൻ്റെ കണ്ണുകളിലെ ആത്മാർത്ഥത ചാർലിക്ക് വ്യക്തമായിട്ട് മനസ്സിലായിരുന്നു. എടാ, ഇതിനാണോ നീ ഇത്ര ആലോചിച്ച് ടെൻഷൻ അടിച്ചത്? ചാർലി ചിരിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു. നിന്നെപ്പോലെ ഒരുത്തൻ എൻ്റെ അനിയത്തിയുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഞങ്ങൾക്ക് വലിയ സന്തോഷമുള്ള കാര്യമാടാ. നിനക്ക് അവളോടുള്ള ഇഷ്ടം എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് നിൻ്റെ വാക്കുകളിൽ നിന്നും മനസ്സിലായി. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു ഇപ്പോൾ ഇത് കേട്ടപ്പോൾ. ചാർലി സന്തോഷത്തോടെ പറഞ്ഞു. അപ്പം നിനക്ക് സമ്മതമാണോ? പ്രശ്നമൊന്നുമില്ലേ? മെൽവിൻ ആശ്വാസത്തോടെ ചോദിച്ചു. എനിക്കെന്ത് പ്രശ്നം? അഭിമാനം മാത്രമേ ഉള്ളൂ. പക്ഷേ അവളുടെ പപ്പയുടെ കാര്യം ബാക്കി പറയാതെ ചാർലി നിർത്തി. എല്ലാം അവൾ എന്നോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട് ചാർലി. ശരിക്കും പറഞ്ഞാൽ അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അവളോടുള്ള ഇഷ്ടം കൂടിയത്. ഇനി എന്ത് വന്നാലും അവൾ മാത്രമായിരിക്കും എൻ്റെ ലൈഫിൽ വരാൻ പോകുന്നത്. അവളുടെ പപ്പയെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. അതിന് നിൻ്റെ ഹെൽപ്പ് എനിക്ക് ആവശ്യമാണ്. മെൽവിൻ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. നമുക്ക് നോക്കാം. ആദ്യം ക്രിസ്റ്റിയുടെ ഋഷുവിൻ്റെ വിവാഹം നടക്കട്ടെ. അതിനുശേഷം നിങ്ങളുടെ കാര്യത്തിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആലോചിക്കാം. എങ്കിലും അവളൊരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ. ചാർലി ചിരിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു. അവൾക്ക് തന്നെ എന്തു വേണമെന്ന് കൺഫ്യൂഷനാണ്. ഏറ്റവും കൂടുതൽ പേടി അവൾക്ക് അവളുടെ പപ്പയുടെ കാര്യത്തിലാണ്. ഇപ്പം അവരുമായിട്ട് കുറച്ച് ഇടഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ പുള്ളി എങ്ങനെയാണ് ഇത് എടുക്കുന്നതെന്ന് അറിയില്ലല്ലോ. മെൽവിൻ അവനെ നോക്കി പറഞ്ഞു. അതൊന്നും സാരമില്ല, നമുക്ക് നോക്കാം. ചാർലി തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞതും അവനും തലയാട്ടി. ദിവസങ്ങൾക്ക് ശേഷം ഇന്നായിരുന്നു ക്രിസ്റ്റിയുടെയും ഋഷുവിൻ്റെയും വിവാഹം.
ഋഷു ലൈറ്റ് റോസ് നിറത്തിലുള്ള കാഞ്ചീപുര സാരിയിലാണ് എത്തിയത്. കഴുത്തിൽ മിതമായ സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞപ്പോൾ അവൾ ശരിക്കും ഒരു മാലാഖയെ പോലെ തിളങ്ങി. ക്രിസ്റ്റി പതിവിൽ നിന്ന് വ്യത്യസ്തമായി വളരെ മാന്യമായ ലുക്കിലായിരുന്നു. ഓഫ് വൈറ്റ് കളറിലുള്ള കോട്ടൺ കുർത്തയും അതിനൊത്ത് കസവും മുണ്ടും അവൻ അണിഞ്ഞു. അവൻ്റെ കയ്യിൽ ആ പണ്ടേയുള്ള ലളിതമായ വാച്ചും ഉണ്ടായിരുന്നു. ആ വേഷം അവന് നല്ലൊരു ഗാംഭീര്യം നൽകി. ഋഷുവിൻ്റെ റോസ് സാരിക്ക് മാച്ചാകുന്ന രീതിയിലാണ് ലാവണ്ടർ നിറത്തിലുള്ള ഡിസൈൻ ലെഹങ്കയാണ് റിയ തിരഞ്ഞെടുത്തത്. അതിൽ ചെറിയ മിറർ വർക്കുകൾ ഉണ്ടായിരുന്നത് അവൾക്ക് നല്ലൊരു ലുക്ക് നൽകിയിരുന്നു. ഷീതു എമറാൾഡ് ഗ്രീൻ നിറത്തിലുള്ള സാരിയാണ് ഉടുത്തത്. അവളുടെ സിമ്പിളായ മേക്കപ്പും സാരിയും അവളെ കൂടുതൽ സുന്ദരിയാക്കി. റയാനും ചാർലിയും ഇവർ രണ്ടുപേരും ക്രിസ്റ്റിയുടെ വേഷത്തിന് ചേരുന്ന രീതിയിൽ ഓഫ് വൈറ്റ് കുർത്തകളായിരുന്നു അണിഞ്ഞിരുന്നത്. മമ്മി ഗോൾഡൻ ബോർഡറിലുള്ള ക്രീം കളർ കസവ് സാരിയും പപ്പ അതേ നിറത്തിലുള്ള കുർത്തയും മുണ്ടും അണിഞ്ഞ് വളരെ മാന്യമായി ഒരുങ്ങിയിരുന്നു. ഷീതു വീട്ടിൽ വന്നവർക്ക് ജ്യൂസൊക്കെ കൊണ്ട് കൊടുക്കായിരുന്നു. അപ്പോഴാണ് ആരോ വന്ന് ചാർലി അവളെ റൂമിലേക്ക് വിളിക്കുന്നു എന്ന് പറഞ്ഞത്. അങ്ങനെ അവൾ റൂമിലേക്ക് എത്തി. എന്താ ചാർലി ചായ, പള്ളിയിൽ പോകാൻ എല്ലാവരും താഴെ റെഡിയായി നിൽക്കുക, ഇപ്പം എന്നെ ഇങ്ങോട്ട് വിളിച്ച എന്തിനാ? ഷീതു അവനോട് ചോദിച്ചു. ചാർലി ഒരു കള്ളച്ചിരിയോടെ മുന്നോട്ട് വന്ന് അവളുടെ ഇടുപ്പിലൂടെ കൈകൾ ചുറ്റി തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. താഴെ ചെന്നാൽ പിന്നെ എല്ലാവരുടെയും ബഹളം അല്ലേടി. എൻ്റെ ഭാര്യയെന്ന് സാരിയൊക്കെ കൊടുത്ത് വന്നിരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് കണ്ണെടുക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ട് എല്ലാവരും പള്ളിയിലേക്ക് ഇറങ്ങി വരുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ പെണ്ണിനെ ഒന്ന് അടുത്ത് കാണണമായിരുന്നു. ചാർലി ശബ്ദം താഴ്ത്തി അവളുടെ കാതോരം പറഞ്ഞു. അതിനായിരുന്നോ? അവൾ പുഞ്ചിരിച്ചു. നിന്നെ ഇങ്ങനെ സാരിയെ കാണുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു പ്രത്യേക പ്രണയം തന്നെയാ പെണ്ണെ. ചാർലി പ്രണയത്തോടെ അവളുടെ കവിളിൽ പതുക്കെ വിരലൊടിച്ചു. എന്നിട്ട് അവളുടെ നെറ്റിയിൽ ആർദ്രമായ ഒരു ചുംബനം നൽകി. ആ സ്പർശനത്തിൽ അവളുടെ ഉള്ളിലെ സ്നേഹവും പരസ്പര വിശ്വാസവും 10 ഇരട്ടിയായിട്ട് നിറയുകയായിരുന്നു. ഷീതു, നീ എവിടെയാ? കാർ റെഡിയായി കേട്ടോ, എല്ലാവരും ഇറങ്ങുവാ, വാ. താഴെ നിന്നും റിയയുടെ ശബ്ദം കേട്ടതും ഷീതു ഒന്ന് ചിരിച്ചുകൊണ്ട് ചാർലിയുടെ കെട്ടിപ്പിടുത്തത്തിൽ നിന്നും പതുക്കെ മാറി നിന്നു. ദാ വരുന്നു റിയ, ഷീതു റൂമിൽ നിന്നും വിളിച്ചു പറഞ്ഞു. ഇനി താഴേക്ക് പോകാം മിസ്റ്റർ ചാർലി, എല്ലാവരും തിരക്കുന്നുണ്ട്. അവൾ അവൻ്റെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു. ചാർലി അവളുടെ കൈകളിൽ ഒന്നുകൂടി മുറുക്കെ പിടിച്ച് നിറഞ്ഞ പുഞ്ചിരിയോടെ ക്രിസ്റ്റിയുടെ വിവാഹ ചടങ്ങുകളിലേക്ക് ഒന്നിച്ച് ചുവടുവെക്കാൻ അവളോടൊപ്പം മുറയ്ക്ക് പുറത്തേക്ക് നടന്നു. എല്ലാവരും റെഡിയായി പള്ളിയിലേക്കെത്തി. ആദ്യം ക്രിസ്റ്റിയും പുറകെ അവളുടെ കാറുമാണ് വന്നത്. അപ്പോഴേക്കും പെണ്ണിനെയും ചെറുക്കനെയും കാണാൻ പള്ളിയുടെ മുമ്പിൽ നിരവധി ആളുകളുണ്ടായിരുന്നു. പള്ളിയിലെ വലിയ വാതിൽക്കൽ വണ്ടി വന്ന് നിന്നതും ഋഷുവിൻ്റെ കൈകൾ തണുത്തു വിറച്ചു. റിയയും ഷീതുവും കൂടി അവളുടെ കൈകളിൽ പിടിച്ച് ധൈര്യം നൽകി. അവളെ കണ്ടതും റിയ അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നിരുന്നു. നീ ഇന്ന് എന്ത് സുന്ദരിയായിട്ടുണ്ടെന്നോ? റിയ അവളുടെ കവിളിൽ ഉമ്മ വെച്ചു. വെറുതെ കള്ളം പറയല്ലേ പെണ്ണെ, ഋഷു അവളോട് തിരികെ പറഞ്ഞു. ഞാൻ കള്ളമൊന്നും പറഞ്ഞതല്ല, സത്യമായിട്ട് നിന്നെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. റിയ അവളെ നോക്കി. ദേ ക്രിസ്റ്റിച്ചായ നിന്നെ തന്നെ നോക്കി നിൽക്കുന്ന കണ്ടില്ലേ? സോണി അവളെ നോക്കി പറഞ്ഞു. സോണി ഒരു ലൈറ്റ് ബ്ലൂ കളർ സാരിയായിരുന്നു വേഷം. അവളും കൂടി അങ്ങനെ പറയുന്നത് കേട്ടതും ഋഷു അവനെ നോക്കി. അവൻ അവളെ തന്നെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അത് കണ്ടതും അവൾക്ക് വല്ലാത്ത നാണം തോന്നി. പള്ളിയിലെ ആൾക്കൂട്ടത്തിനിടയിലും അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രം നോക്കി നിന്നു. ചടങ്ങുകൾ തുടങ്ങാൻ സമയമായി. അച്ഛൻ അവരെ രണ്ടുപേരെയും പള്ളിക്ക് അകത്തേക്ക് ക്ഷണിച്ചു. ആദ്യം ക്രിസ്റ്റിയാണ് പള്ളിക്കുള്ളിൽ കയറിയത്. പുറകെ അവൻ്റെ ഫാമിലിയും, തൊട്ടുപുറകെ ഋഷുവും ഫാമിലിയും. അവിടെ അൾത്താരയ്ക്ക് മുന്നിൽ തന്നെ നോക്കി നിൽക്കുന്ന ക്രിസ്റ്റിയെ കണ്ടതും അവളുടെ സകല പരിഭ്രമവും മാറി. ആ പഴയ കുറുമ്പും അതിലേറെ പ്രണയവും നിറഞ്ഞ കണ്ണുകളോടെ അവൻ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ഋഷു അരികിലേക്ക് നടന്നു വരുമ്പോൾ ക്രിസ്റ്റിയുടെ ചുണ്ടിൽ ആ സുന്ദരമായ കള്ളച്ചിരി വീണ്ടും വിരിഞ്ഞിരുന്നു. വിശുദ്ധമായ ആ ചടങ്ങുകൾ ആരംഭിച്ചു. ദൈവത്തിൻ്റെയും പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യത്തിൽ അവർ പരസ്പരം വിവാഹമോതിരങ്ങൾ കൈമാറി. തുടർന്ന് ക്രിസ്റ്റി അവളുടെ കഴുത്തിൽ മിന്നു ചാർത്തി. ആ മനോഹരമായ മന്ത്രകോടി അവളുടെ തലയിലൂടെ പുതപ്പിച്ചു കൊടുത്തു. ആ നിമിഷം ഋഷുവിൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് ചെറുതായി നനഞ്ഞിരുന്നു. പള്ളിയിലെ മിന്നുകെട്ടും ചടങ്ങുകളും ഒക്കെ കഴിഞ്ഞ് ഓഡിറ്റോറിയത്തിൽ വന്നിരിക്കുകയാണ് ക്രിസ്റ്റിയും ഋഷുവും. എല്ലാവരുടെയും ചിരിക്കും കയ്യടികൾക്കുമിടയിൽ ക്രിസ്റ്റിയും ഋഷുവും ഒന്നിച്ച മനോഹരമായ വെഡ്ഡിംഗ് കേക്ക് മുറിച്ചിരുന്നു. ക്രിസ്റ്റി കേക്കിൻ്റെ ഒരു കഷ്ണമെടുത്ത് ഋഷുവിന് വായടപ്പിച്ചു കൊടുക്കുമ്പോൾ അവളുടെ മൂക്കിൻ തുമ്പിൽ ചെറുതായ ഐസ്ക്രീം ആക്കി കൊടുത്തിരുന്നു. ഋഷു കണ്ണുരുട്ടി നോക്കിയപ്പോൾ അവനൊരു വശ്യമായ ചിരിയോടെ അത് സ്വന്തം വിരൽ കൊണ്ട് പതുക്കെ തുടച്ചെടുത്തു. അതിഥികൾ ഓരോന്നായി സ്റ്റേജിലേക്ക് വന്ന് അവരെ ആശംസിക്കുകയും ഗിഫ്റ്റുകൾ നൽകുകയും ഒപ്പം ഫോട്ടോകൾ എടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എന്താടി പെണ്ണെ, ഇപ്പം നിനക്ക് സന്തോഷമായോ? എല്ലാവരും പോയപ്പോൾ സ്റ്റേജിൽ അവർ മാത്രമായി. ക്രിസ്റ്റി ഋഷുവിൻ്റെ കൈകളിൽ പതുക്കെ വിരലുകൾ കോർത്തുകൊണ്ട് അവളോട് മാത്രം കേൾക്കാവുന്ന ശബ്ദത്തിൽ ചോദിച്ചു. ഒരുപാട്. ഇതാണ് ഇച്ചായ ഞാൻ ആഗ്രഹിച്ചത്. ശരിക്കും ഇപ്പോഴും എനിക്കിതൊക്കെ സ്വപ്നം പോലെ തോന്നുക. ഋഷു നാണത്തോടെ അവൻ്റെ തോളിലേക്ക് ചാരിയിരുന്നു കൊണ്ട് പറഞ്ഞു. സ്വപ്നം അല്ലടി, ഇതൊക്കെ സത്യവാ. ഇനി നീ എൻ്റേത് മാത്രമാ. ഇനി നമുക്ക് എൻ്റെ വീട്ടിൽ തല്ലുണ്ടാക്കിയും വഴക്കുണ്ടാക്കിയും ഒക്കെ കഴിയാം. ക്രിസ്റ്റി ഒരു കള്ളച്ചിരിയോടെ അവളുടെ കൈകളിൽ ഒന്നുകൂടി മുറുക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു. രണ്ടുപേർക്കും അവരുടെ വിവാഹം കഴിഞ്ഞെന്ന് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. അതെല്ലാം ക്യാമറാമാൻ ഫോട്ടോയും വീഡിയോയും എടുക്കാനും മറന്നില്ല. മതി രണ്ടും കൂടെ അവിടെ ഇരുന്ന് പ്രണയിച്ചത്. വന്നേ, നിങ്ങൾക്കാണെങ്കിൽ വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യ, ഫുഡ് കഴിക്കാം, ചാർലി തമാശയോടെ അവരോട് പറഞ്ഞു. അത് തന്നെ, മിന്നുകെട്ട് കഴിഞ്ഞതോടെ ക്രിസ്റ്റിച്ചാൻ ആകെ മാറിയതുപോലെയാ. ഞങ്ങളെയൊക്കെ മറന്നു കേട്ടോ. റയാനും കണ്ണ് ചിമ്മി കാണിച്ചു.
ആ സുന്ദരമായ നിമിഷത്തിൽ തങ്ങളെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരുടെ നടുവിൽ ക്രിസ്റ്റിയും ഋഷുവും തങ്ങളുടെ പുതിയ ജീവിതത്തിലേക്ക് സന്തോഷത്തോടെ ചുവടുവെക്കുകയായിരുന്നു.